സൗദി വിഷൻ 2030 നാഴികക്കല്ല് മാത്രമാണെന്നും 2050ഓടെ രാജ്യം സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്നും സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം. ഇതിന്റെ ഭാഗമായി പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതായും മന്ത്രി അറിയിച്ചു. ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സൗദി അറേബ്യയുടെ ഭാവി സാമ്പത്തിക നയം വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി. സൗദി അറേബ്യയുടെ വികസന കുതിപ്പ് 2030 അവസാനിക്കുന്ന ഒന്നല്ലെന്ന് വ്യക്തമാക്കുകയാണ് സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം. ദാവോസിലെ സൗദി ഹൌസിൽ സംഘടിപ്പിച്ച പ്രത്യേക ചർച്ചയിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ വിശദീകരിച്ചത്. നിലവിലെ പരിവർത്തനങ്ങൾ കേവലം മാറ്റങ്ങൾക്കായല്ല, മറിച്ച് വരും തലമുറയ്ക്കായി കൂടുതൽ ദൃഢമായ സാമ്പത്തിക അടിത്തറ പാകാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിഷൻ 2030 കീഴിലുള്ള പല വൻകിട പദ്ധതികളും ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയും വ്യക്തമായ നിയമാവലിയും ഈ പദ്ധതികൾക്ക് പിന്നിലുണ്ട്. എന്നാൽ പദ്ധതികളുടെ സമയക്രമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. സാമ്പത്തിക മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പ്രാദേശിക വികസനത്തിനൊപ്പം ആഗോള നിലവാരത്തിലുള്ള സാമ്പത്തിക സുസ്ഥിരതയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. 2050ലേക്കുള്ള ദൂരം കുറവാണെന്നും അതിനാൽ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിനു മുന്നിൽ ഒരു പുതിയ സാമ്പത്തിക മാതൃകയാണ് സൗദി അവതരിപ്പിക്കുന്നത്. വിഷൻ 2030 പദ്ധതികൾ കേവലം ഒരു തുടക്കം മാത്രമാണെന്നും 2050ഓടെ രാജ്യം ലോകത്തെ ഏറ്റവും സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.